കോക്കാച്ചി ഇന്ന് എപ്പോഴാ പോകുന്നേ? രാത്രി പോവാ. എത്ര മണിക്ക്? ഫ്ലൈറ്റ് എപ്പോഴാ? ഫ്ലൈറ്റ് 3 മണിക്ക്. അപ്പൊ ഇതെന്തോ സ്പെഷ്യൽ ആയിട്ട് വേണ്ടത്? കേക്ക് വേണം. എന്ത് കേക്കാ വേണ്ടത്? യൂട്യൂബിൽ ലാസ്റ്റ് ഇട്ട വീഡിയോയിലെ കേക്ക് വേണം. ഓക്കെ ഡൺ. അപ്പൊ നമുക്കിന്ന് മോളൂന് വേണ്ടിയിട്ട് ഒരു ചോക്കോലാബൊക്കെ ഉണ്ടാക്കാം. ഇവിടെ നമ്മൾ ഹൈഡ് ആൻഡ് സീക്കിന്റെ ബിസ്ക്കറ്റ് ആണ് എടുത്തേക്കുന്നത്. പല ഫ്ലേവേഴ്സ് ഉള്ളതാണ് എടുക്കുന്നത്. സോ ആദ്യം നമുക്കിത് പൊടിച്ചെടുക്കാം. ഈ വീഡിയോ ഇടാൻ ഞാൻ കുറച്ച് താമസിച്ചു പോയി. അപ്പൊ സംഭവം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. മോള് ഇവിടുന്ന് ചെക്ക് റിപ്പബ്ലിക്കിലേക്ക് പോയി കഴിഞ്ഞു. അപ്പൊ അവക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കേക്ക് ഇന്ന് ഉണ്ടാക്കിയത്. ഇന്നെന്ന് ഉദ്ദേശിച്ചത് അവള് പോകുന്ന ദിവസമാണ് കേട്ടോ. അവള് പോകുന്ന ദിവസം രാവിലെയാണ് ഈ കേക്ക് ഉണ്ടാക്കിയത്. ബിസ്ക്കറ്റ് എല്ലാം ഇവള് കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിയിട്ട് പിന്നെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടും വെയിറ്റ് മാക്സിമം ആയതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് പോകുന്ന സാധനങ്ങളാണ്. ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ ഇപ്പൊ തന്നെ ഓർഡർ ചെയ്ത് സെപ്റ്റോയിൽ വരുത്തിച്ചതാണ്. വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ദൈവമാണ്. വീഡിയോ എടുക്കാൻ മാത്രമല്ല കേട്ടോ, സംഭവം പൊടിച്ചെടുക്കാൻ അങ്ങനെ കുറെ ഹെൽപ്പ് അവള് ചെയ്ത് തന്നിട്ടുണ്ട്. ചാനലിലെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്യണേ. അപ്പം നമ്മൾ ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും പാലും ഒഴിച്ചൊന്ന് മിക്സ് ആക്കി എടുക്കാം. നമ്മളിവിടെ ഇഡ്ഡലിക്കുട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കുറേശ്ശെ ബട്ടർ വെച്ച് കൊടുക്കാം. ഞാൻ കൈ കൊണ്ട് തന്നെ അങ്ങ് തൂത്ത് കൊടുക്കുവാണേ. ബട്ടർ നല്ലപോലെ. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു, നിങ്ങൾക്കിപ്പോൾ എണ്ണയോ നെയ്യോ വേണേൽ അങ്ങനെ യൂസ് ചെയ്യാം. ഞാൻ ഇച്ചിരി ടേസ്റ്റ് കൂടട്ടെ എന്ന് വെച്ചിട്ട് ബട്ടറാണ് ഉപയോഗിക്കുന്നത്. ബട്ടറൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ ഇത് ഒഴിച്ച് കൊടുക്കാം. ഇവിടെ കുഞ്ഞനപ്പച്ചട്ടിയും ഉണ്ണിയപ്പക്കാരിയും ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇഡ്ഡലിക്കുട്ടകമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ലേറ്റാണ്ട് എളുപ്പത്തിന് ഞാനിവിടെ ഡയറിമിൽക്ക് കേക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് വലുത് പൊട്ടിക്കാം. ഒരു വീതം തന്നെ അങ്ങിട്ട് കൊടുത്ത് പോവുകയാണേ. ഇനി നമുക്ക് ഈ ചോക്ലേറ്റിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഈ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇപ്പൊ ഫൈനൽ പരിപാടി, കുട്ടകത്തിലോട്ട് വെച്ച് ആവി കയറ്റിയെടുക്കാം. എന്താ പറ്റിയെന്നറിയോ, കുട്ടകത്തിൽ ആദ്യമായിട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ കുഞ്ഞനപ്പ ചട്ടിയിൽ ഉണ്ടാക്കി എടുക്കുന്ന അത്ര എളുപ്പത്തിൽ എനിക്ക് ഇതാക്കി എടുക്കാൻ പറ്റിയില്ല. ആ ടെൻഷനിൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഈ കേക്ക് ഉണ്ടാക്കി എടുക്കാൻ കുട്ടകത്തിനെക്കാട്ടിലും എളുപ്പം അപ്പച്ചട്ടി തന്നെയാണ്. പക്ഷെ ടേസ്റ്റ് രണ്ടിലും ഒരുപോലെ തന്നെ വരും. ഇത് ഞാൻ ബാക്കി പഴയ വീഡിയോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കുവാണ്. അപ്പൊ എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ.